വെളിപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളത് ഫാദർ ജോൺ പടിഞ്ഞാക്കരയാണ്. അച്ഛൻ CCST UAE ടീമിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറും അബുദാബി മുസ്തഫ ദേവാലയത്തിൻ്റെ മലയാളി കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഡയറക്ടറും കൂടിയാണ്. ഈ പ്രവാസ ജീവിതത്തിൽ അച്ഛന് ലഭിച്ച പരിശീലനങ്ങളും അച്ഛൻ്റെ അനുഭവങ്ങളുമാണ് അച്ഛൻ നമ്മോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ നാമധേയത്തിലുള്ള മുസ്തഫ ദേവാലയത്തിലാണ് ഈ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുക. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയുകയും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും വേർപെടുത്താൻ പറ്റുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തന്നെ സ്നേഹമാക്കി കാണിച്ച് കൊറിന്ത്യസർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ അതിൻ്റെ എല്ലാ നിർവചനങ്ങളോടും കൂടി സ്നേഹത്തെ വ്യാഖ്യാനിച്ച ചരിത്രത്തിൽ ആരും പറയാത്ത രീതിയിൽ ദൈവസ്നേഹം പ്രതിഫലിച്ച് കാണിച്ച ധീരരായ രക്തസാക്ഷിയായ വിശുദ്ധ പൗലോസിൻ്റെ നാമത്തിൽ ഇവിടെ കൂടുമ്പോൾ സ്നേഹത്തിൻ്റെ വലിയ ആഴം ഇന്നത്തെ ശുശ്രൂഷയിലൂടെയും നമ്മൾ അറിയപ്പെടുകയാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ ആ സ്നേഹം, ക്രിസ്തുവിലേക്ക് ചാഞ്ഞു കിടന്ന സ്നേഹം, സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രഘോഷിച്ച യോഹന്നാനെ പോലെ രണ്ടാം ക്രിസ്തു എന്ന് ലോകം മുഴുവൻ പറഞ്ഞ ഫ്രാൻസിസ് അസീസിയുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി പരിപരുക്കൻ ജീവിതത്തെയും എല്ലാ സൗഭാഗ്യങ്ങളെയും വിട്ടുകൊണ്ട് പരിപരുക്കനെ സ്വീകരിച്ച ഫ്രാൻസിസ് അസീസിയുടെ പിൻഗാമികളായി UAE വിവിധ എമിറേറ്റുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും എല്ലാവരും ശ്രേഷ്ഠമായ അവരുടെ ജീവിതത്തെ എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള സഭയിലെ അംഗമായ ഫാദർ ജോൺ പടിഞ്ഞാക്കരയാണ്. അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അച്ഛാ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഒരുപക്ഷെ അച്ഛനെ ഇവിടെ ആക്കിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. കാരണം ജീവിതം പരിപരുപ്പൻ ജീവിതത്തിലേക്കാണ് നിങ്ങൾ ഫ്രാൻസിസ് അസീസിയെ പോലെ സൗഭാഗ്യങ്ങൾ വേണ്ട, അതെല്ലാം ഉപേക്ഷിച്ച് ജീവിതം ക്രിസ്തുവിനാക്കി മാറ്റി വയ്ക്കാൻ പരുവത്തിന് ദൈവം എടുത്തുയർത്താനുള്ളൊരു കാരണം 100% ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ തുടങ്ങിയതുപോലെ തന്നെ അച്ഛനെപ്പറ്റി ഏത് എമിറേറ്റിലെ ഏത് വ്യക്തികളുടെ അടുത്ത് ചെന്നാലും ആദ്യം പറയുക ജോണച്ചനാണോ, വളരെ ഫ്രീ ആണ്, നമുക്ക് എന്തും പറയാം, നമുക്ക് സ്നേഹത്തോടെ ഇടപെടാം, അങ്ങനെ ഒരു വാക്കുകളാണ് എല്ലാ എമിറേറ്റുകളിലും ഞാൻ വിവിധ ശുശ്രൂഷയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് കിട്ടുക. അപ്പോൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ ചോദിക്കുകയാണ്, ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, നമുക്ക് ഉറപ്പാണ്. അതിന് കാരണമായ വ്യക്തിത്വങ്ങൾ ഏതൊക്കെയായാലും ഒരു 80% മാതാപിതാക്കന്മാരാണ്. അച്ഛൻ്റെ ആ വലിയ ജീവിത ത്യാഗത്തിലേക്കും സ്നേഹത്തിലേക്കും അച്ഛനെ വളർത്തിക്കൊണ്ട് വന്ന ജീവിതത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമേ തന്നെ ഷാലോം TVയിലെ എല്ലാ പ്രേക്ഷകർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ സ്തുതിയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലിസി ചേച്ചി ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് വളരെ അർത്ഥസമ്പുഷ്ടമാണ്. ഇന്ന് പൗരോഹിത്യത്തിനൊക്കെ ഒരുപാടധികം കളങ്കങ്ങളും അതിൻ്റെ മൂല്യങ്ങളും ഒക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ ഒരു വാക്ക് എന്നെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എളുപ്പകരമായിരിക്കുമല്ലോ. എൻ്റെ പേര് ജോൺ പടിഞ്ഞാക്കര, കപ്പൂച്ചിൻ സഭ അംഗമാണ്. നാട് കേരളത്തിൽ തൃശ്ശൂർ ജില്ല ഇരിഞ്ഞാലക്കുട രൂപതയിലാണ് ഞാൻ. ഇരിഞ്ഞാലക്കുട രൂപതയിൽ ചാലക്കുടി ഫൊറോനയുടെ കീഴിലുള്ള പരിയാരം ഇടവകയിലാണ്. അവിടെ പരിയാരം എന്ന് പറയുമ്പോൾ അത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 4 പള്ളികൾ തന്നെ അടുത്തടുത്ത് തന്നെയുണ്ട്. 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ എന്ന് പറയാൻ പറ്റും. ഈ ദേവാലയ നിബിഡമായിട്ടുള്ള ഒരു നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് ഒരുപാടധികം മൂല്യം ആ നാട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്നെ ഒരുപാടധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിൽ എലിഞ്ഞിപ്പുറ ഞങ്ങളുടെ കപ്പൂച്ചിൻ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ആശ്രമമുണ്ട്. അവിടെയാണ് ഞങ്ങൾ വേദപാഠം പഠിച്ചതും അവിടെ തന്നെയാണ് കപ്പൂച്ചന്മാരുടെ ജീവിതശൈലിയെ തൊട്ട് അനുഭവിക്കാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകിയതും. അവിടെയുള്ള ഓരോ ആരാധന കർമ്മങ്ങളും അതോടൊപ്പം അവിടെയുള്ള ലളിതമാകുന്ന ജീവിതശൈലിയുമെല്ലാം എന്നെ ഒരുപാടധികം സ്പർശിക്കുകയുണ്ടായി. ചെറുപ്പകാലഘട്ടത്തിൽ 1992 ഞാൻ ആദ്യമായിട്ട് കപ്പൂച്ചിൻ സഭയിലേക്ക് ചേരുന്നത്. എന്നെ പഠിപ്പിച്ച അധ്യാപകരും അന്ന് കപ്പൂച്ചിൻ സഭയിൽ അംഗങ്ങൾ തന്നെയാണ്. മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും സപ്പോർട്ടും അതോടൊപ്പം ഈ കപ്പൂച്ചിൻ സഭയുടെ ജീവിതശൈലിയും തൊട്ടനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നതിനാൽ എൻ്റെ ദൈവവിളിയെ തിരിച്ചറിയുവാനായിട്ട്
ഒരുപാട് അവസരങ്ങൾ സാഹചര്യങ്ങളും ഒക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് സഭാംഗങ്ങളോടും കപ്പുച്ചിൻ സഭാംഗങ്ങളോടും എൻ്റെ നാട്ടുകാരോടും ഇടവകക്കാരും രൂപതയോടൊക്കെ അകമഴിഞ്ഞ നന്ദിയും പ്രാർത്ഥനയോ എനിക്ക് പറയാനുള്ളൂ. അച്ഛാ, മാതാപിതാക്കന്മാരെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ അപ്പയും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. 72 64 ഒക്കെ വയസ്സേ ഉള്ളൂ. അപ്പ PD ആൻ്റണി, പടിഞ്ഞാക്കര തറവാട്ടിലെ ഇപ്പോഴത്തെ ഒരുവിധം കാരണവരാണ്. PD ആൻ്റണി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാട്ടുകാരെ സംബന്ധിച്ച് അന്തോണിച്ചേട്ടൻ എന്നാണ് പറയുക. അന്തോണിച്ചേട്ടൻ 25 വർഷക്കാലം പ്രവാസിയായിരുന്നു. ദുബായിലും അലൈനിലും അബുദാബിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു പ്രവാസി. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് മേഖലയിൽ എൻ്റെ ഇപ്പോഴത്തെ സാന്നിധ്യം എന്ന് പറയുന്നതും അപ്പ തുടങ്ങി വെച്ചത്, അതായത് അപ്പയുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച് വിശ്വാസ ജീവിതത്തിലൂടെ വളർത്തി, അതിൻ്റെ മറ്റൊരു നന്ദിപൂർവ്വമായിട്ട് തന്നെയാണ് എൻ്റെ ഇവിടുത്തെ സാന്നിധ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടുന്ന് തന്നെയുള്ള അധ്വാനം കൊണ്ട് പഠിപ്പിച്ച് വാർത്തെടുത്തു. അമ്മ അത് നല്ലൊരു സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. പ്രാർത്ഥനകൾ അമ്മ പഠിപ്പിച്ചു തന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ മാതാപിതാക്കളുടെ സ്വാധീനം എൻ്റെ ദൈവവിളിയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ 2 വ്യക്തിത്വങ്ങളാണ്. അമ്മയുടെ പേര് ജെന്നി, കൊറ്റനല്ലൂർ, ഇരിഞ്ഞാലക്കുട രൂപതയിലെ കൊറ്റനല്ലൂർ ഇടവക അംഗം ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ 4 ആൺമക്കളാണ് അമ്മയ്ക്ക് ഒപ്പയ്ക്കുള്ളത്. ഞാൻ മൂന്നാമനാണ്. മൂത്ത ജ്യേഷ്ഠൻ അജിത്ത് ഇപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു, മറ്റൊരു പ്രവാസി. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ലിജോ മസ്കറ്റിൽ ജോലി ചെയ്യുന്നു, വീണ്ടും ഒരു പ്രവാസി. മൂന്നാമത്തെയാണ് ഞാൻ, ജോണി. നാലാമനായിട്ട് ആൽഫിൻ, അവൻ ഷാർജയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ വിശ്വാസത്തിലും പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും പോകുന്ന ഒരു കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും സന്തോഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രവാസിയായിരുന്ന അപ്പനും അമ്മയും ഇവിടെയായിരുന്നു, അത് അപ്പൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ ഈ 4 മക്കളെ, 4 ആൺകുട്ടികളെ വളർത്തണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വലിയ പ്രതിസന്ധിയുണ്ട്. അന്നൊരു പക്ഷേ കുറച്ചുകൂടി ഈസി ആയിരിക്കും, പറഞ്ഞാലൊക്കെ മക്കൾ അനുസരിക്കും. അപ്പോൾ ഈ 4 ആൺകുട്ടികളെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടി അമ്മ ചെയ്ത ഒത്തിരിയേറെ നന്മ വിശ്വാസ മാതൃകകൾ കാണും. അച്ഛൻ്റെ ഓർമ്മയിൽ പലതും കാണും. ഒരു പക്ഷേ എന്നും കുർബാനയ്ക്ക് പോകുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് കുരിശ് വരും. ഇത് ഈ വിശ്വാസത്തിൽ ആൺകുട്ടികളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു അമ്മയ്ക്ക് ഒരു വലിയ റോളുണ്ട്. അച്ഛൻ്റെ ഓർമ്മയിൽ നിന്ന് അമ്മയുടെ നന്മകളെ ഒന്നെടുത്ത് പറയും. നമുക്കെല്ലാവർക്കും അമ്മമാരെന്ന് പറയുന്നത് അത്രമാത്രം സ്നേഹത്തിൻ്റെ നിറകുടമാണ്. എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മമാരെ പോലെ തന്നെ വ്യത്യസ്തമല്ല. വളരെയധികം സ്നേഹത്തിൻ്റെ നിറകുടം തന്നെയാണ് എൻ്റെ അമ്മ. മക്കളെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ സ്നേഹിച്ച് വേദനയിലും സന്തോഷത്തിലും ഒരുപോലെ പങ്കിടാൻ പറ്റുന്ന നല്ല വലിയ മനസ്സുള്ളൊരമ്മ, കടൽ പോലെ സ്നേഹമുള്ളൊരമ്മ. അതുകൊണ്ട് തന്നെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതും സ്നേഹപൂർവ്വം എങ്ങനെ പ്രാർത്ഥിക്കാമെന്നും പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ സ്നേഹമുള്ളവരായി മാറണമെന്നും അമ്മ പഠിപ്പിച്ചു തന്നു ജീവിതത്തിലൂടെ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഓരോ വ്യക്തികൾക്കും സ്നേഹം ഒരു പരിധി വരെ കിട്ടുന്നത് മാതാപിതാക്കന്മാരും ആദ്യം ചെറുപ്പത്തിൽ തന്നെയാണ്. അത് നമ്മുടെ രക്തത്തിൽ തന്നെ അലിയുന്നു. നേച്ചർ ആൻഡ് നേർച്ചർ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഇടപെടുന്ന വ്യക്തികളിലേക്കും അത് കൊടുക്കുക എന്ന് ഞങ്ങൾക്ക് 100% അറിയാം. അപ്പോൾ ആ പ്രവാസ ജീവിതം അപ്പൻ ഇവിടെ ആയിരുന്നതിൻ്റെ ആ കുറവുകൾ ഒരു പക്ഷേ കുഞ്ഞിലെയൊക്കെ വളർന്നു വന്നപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രവാസികളുടെ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ 2 ഇടത്തായിട്ട് ജീവിക്കുന്ന കുടുംബത്തോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? അപ്പന് ഇവിടെ ആയിരുന്നുവെങ്കിൽ തന്നെയും എനിക്ക് ആ കുറവുകൾ ഭംഗിയായിട്ട് നികത്തി തന്നത് എൻ്റെ അമ്മ വീട്ടുകാരാണ്. അമ്മയുടെ അപ്പയും അമ്മയും, എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും, അതോടൊപ്പം അമ്മയുടെ കുടുംബാംഗങ്ങളും, അവർ യഥാർത്ഥത്തിൽ എന്നെ ക്രിസ്തീയ വിശ്വാസ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും എന്നെ നയിച്ചവരാണ്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുക, കൊറ്റനല്ലൂർ ഫാത്തിമ മാതാ പള്ളിയിലേക്ക് പോകുവാനായിട്ട്, അത് മഴയായാലും വെയിലായാലും തണുപ്പായാലും കുർബാനയ്ക്ക് മുമ്പിൽ തന്നെ മുട്ടുകുത്തുക, പ്രാർത്ഥനകളൊക്കെ ഉച്ചയോടെ അതോടൊപ്പം ഉച്ചാരണവും ഒക്കെ ശുദ്ധിയോടുകൂടി തന്നെ ചെല്ലുക എന്നുള്ളതൊക്കെ ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്ന E.A. ജോസഫ് എന്ന് പറയുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറിന് വളരെ നിർബന്ധമായിരുന്നു. അതോടൊപ്പം അമ്മച്ചിയെന്ന് ഞങ്ങൾ വിളിക്കുക. ഇപ്പോഴും അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അമ്മച്ചി 89ഓളം വയസ്സ് എത്തി നിൽക്കുകയാണ്. എന്നാലും 3 മണിക്ക് എനിക്ക് പ്രാർത്ഥിക്കുന്നു.
ഇത് എനിക്ക് മാത്രമല്ല എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ സന്യസ്തരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ഞങ്ങളുടെ എല്ലാവരുടെയും വെണ്മയുള്ള അമ്മ എന്ന് പറയാം. അത്രയും സൗന്ദര്യമാണ് അമ്മച്ചിയെ കാണുമ്പോൾ തന്നെ. അത്രമാത്രം ദൈവത്തിൻ്റെ അരൂപി, ആ ഒരു സ്നേഹം നിർഗളിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞങ്ങൾ പറയുക. അമ്മച്ചിയുടെ ആ ഒരു വിശ്വാസ ജീവിതവും അതോടൊപ്പം കൃത്യതയോടും കൃത്യനിഷ്ഠയോടും ഞങ്ങളെ പഠിപ്പിച്ചതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അപ്പനില്ലാത്തതിൻ്റെ കുറവ് അവർ ഭംഗിയായിട്ട് നികത്തി തന്നു. അതെ അച്ഛാ, ഒരു പക്ഷേ ഇവിടെയുള്ള പലരുടെയും ജീവിതങ്ങൾ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമുക്കറിയാവുന്ന ഒരു സത്യം, അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വേറെ ആരും അധികം ഇടപെടുന്നില്ല. അപ്പോൾ മക്കളൊക്കെ ദേവാലയത്തിനോടുള്ള ബന്ധം കുറയുകയും മറ്റ് സ്കൂളിലെ പഠനമോ അല്ല മറ്റു കാര്യങ്ങളില്ല, ലോകത്തിൻ്റെ വിജ്ഞാനം നന്നായിട്ട് കൊടുക്കുന്നൊപ്പം ഈ പറഞ്ഞ കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിച്ചേ പറ്റൂ. അതിന് ആദ്യമേ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നൊരു നിർബന്ധമില്ല. എന്നും രാവിലെ മഴയത്ത് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ അവരെ ആ കൃത്യ വഴിയിലേക്ക് ട്രാക്ക് കറക്റ്റ് വിടുന്നിടം വരെയുള്ള വലിയൊരു ഉത്തരവാദിത്വം അച്ഛൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്ത പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും എല്ലാം ഈ നിമിഷം സഭയ്ക്ക് ഒരു നല്ല വൈദികനെ നൽകിയതിനെ ഓർത്തും സഭയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന ആ വല്യമ്മയെ ഓർത്തും വല്യപ്പനെ ഓർത്തും എല്ലാം ഞങ്ങൾ വളരെ അഭിമാനത്തോടെ നന്ദി പറയുന്ന അച്ഛൻ. നമുക്കിവിടേക്ക് കടന്നു വരാം. അച്ഛൻ ഇപ്പോൾ പ്രവാസ ജീവിതത്തിലാണ്. അച്ഛൻ പ്രവാസ ജീവിതത്തിൻ്റെ മകനായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ കണ്ണുനീരും വേദനകളും പ്രതിസന്ധികളും എല്ലാ എമിറേറ്റിൻ്റെ, ഇപ്പോൾ അച്ഛന് കരിസ്മാറ്റിക്കിൻ്റെ UAE സ്പിരിച്വൽ ഡയറക്ടറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എമിറേറ്റിലും അച്ഛൻ സഞ്ചരിക്കേണ്ടി വരും, എല്ലാ വ്യക്തികളോടും സംസാരിക്കേണ്ടി വരുന്നു, പല ഗ്രൂപ്പുകളിലും എപ്പോഴും പോകേണ്ടി വരുന്നു. അപ്പം ഒരു പരിധിവരെ എല്ലാ മേഖലയും അച്ഛന് മനസ്സിലാവും. ഈ വേദനകളിലും പ്രതിസന്ധികളിലും കടബാധ്യതകളിലും ഒറ്റപ്പെടലുകളിലും നിസ്സഹായ അവസ്ഥയൊക്കെ എല്ലാ മേഖലയുണ്ട്. നമ്മൾ കാണുമ്പോൾ നേട്ടങ്ങളുടെ മാത്രം പ്രവാസത്തെ അല്ലല്ലോ, ഒത്തിരിയേറെ കഷ്ടതകളുടെ പ്രവാസം കൂടെയാണ്. അച്ഛൻ്റെ ജീവിതം വെച്ച് അച്ഛൻ ഇവരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കാനായിട്ട് പറ്റുന്നുണ്ട്? ഒരു പ്രവാസിയുടെ മകനായതിനാൽ തന്നെ എനിക്ക് അഭിമാനപൂർവ്വം പറയാം, അപ്പ ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് ദൈവ ആശ്രയബോധമാണ്. എന്തിനും ഏതിനും തമ്പുരാനിൽ ആശ്രയിക്കുക. ദൈവത്തിനൊരു ഇഷ്ടമുണ്ടാകും, അതേതാണെന്ന് തിരിച്ചറിയുക. അത് ആശ്രയിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടും. പ്രവാസ ജീവിതത്തിൽ ഒരു കാലഘട്ടവും കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും വേദനയുടെയും സാമ്പത്തിക പരാധീനങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും അവസ്ഥകളില്ലാത്ത ഒരു പ്രവാസിയും ഒരു സ്ഥലത്തും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മേഖലകളിലെല്ലാം കടന്നു പോകുന്ന ഏതൊരു വിശ്വാസിക്കും ഈ പറഞ്ഞ ദൈവ ആശ്രയബോധം ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു കൈത്തിരിയാണ്, വലിയൊരു ഒറ്റമൂലിയാണ്. അത് ഞാൻ കണ്ടതും മനസ്സിലാക്കിയതും അപ്പയിൽ നിന്ന് പഠിച്ച ഗുണപാഠമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൈവാശ്രയബോധം ഈ എമിറേറ്റിലുള്ള UAE എമിറേറ്റ്സിലുള്ള ഓരോ ദേവാലയത്തിലെ ഓരോ പ്രവാസിക്കും കൊടുക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതെന്ന് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പുറകോട്ട് വരണം. അച്ഛൻ്റെ പഠനകാലം എവിടെയൊക്കെയായിരുന്നു അച്ഛൻ പഠിച്ചത്? സ്കൂള്, അത് കഴിഞ്ഞ് സെമിനാരി, ദൈവവിളിയുടെ ഒരു ബോധ്യം, ആ കാലഘട്ടത്തിലേക്കൊന്ന് വരാമോ? ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ ഒരു ഹെഡ് മാസ്റ്റർ ആയതിനാൽ തന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നാലും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ മക്കളെ ചെറുപ്പം മുതലേ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അതിന് എത്ര വില കൊടുത്താലും കുഴപ്പമില്ല. കാരണം അതാണ് ഒരു സമൂഹത്തെയും ഒരു കുടുംബത്തെയും ഒരു സഭയെയൊക്കെ ഒന്ന് പുതിയതായിട്ട് പുതുമയിലേക്ക് കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസം നൽകുവാൻ അപ്പനും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ചെറുപ്പം മുതൽ ഞാൻ അരിപ്പാലം, മതിലകം അടുത്ത് അരിപ്പാലം വിദ്യാജ്യോതിയിലാണ് ഞാൻ 7 വരെ പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ ചാലക്കുടിക്ക് അടുത്ത് പരിയാരത്ത് വന്ന് താമസിക്കുകയും അവിടുന്ന് ഞാൻ MAMHS കൊരട്ടി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടുന്ന് അപ്പോഴേക്കുമാണ് ഈ ഒരു ദൈവവിളിയുടെ ചലനങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായിട്ട് മാത്രമല്ല ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലിപ്പുറ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ചെന്ന് മുട്ടുകുത്തുകയും അവിടെ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും അവിടെ വെച്ചിരിക്കുന്ന ഒരു ബൈബിൾ എടുത്ത് തിരിച്ച് നോക്കിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതും എന്നെ കപ്പുച്ച സഭയിലേക്ക് നയിച്ചതുമായിട്ടുള്ള ഏറ്റവും പ്രചോദനം നൽകിയൊരു വചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഇടുങ്ങിയ വാതിലൂടെ കടക്കുകയും വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വീതി കൂടുതലും വിസ്തീർണമാണ്, അത് കണ്ടെത്തുന്ന ഒരുപാട് പേരുമാണ്. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ
ഇടുങ്ങിയതാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യമാണ്, അവിടുത്തെ ഫ്രാൻസിസ് അസീസിയുടെ സ്റ്റാച്യു ചോദിക്കുന്ന പോലെ, നിനക്ക് വീതി കൂടിയ വിശാലമായ സുന്ദരമായ വഴി വേണോ അതോ ഇടുങ്ങിയ വഴി വേണോ? അതാണ് നിത്യജീവനിലേക്ക് നയിക്കുന്നത്. ഈ ഒരു പ്രേരണയിലാണ് ഞാൻ കപ്പൂച്ച് സഭ തിരഞ്ഞെടുക്കുകയും സുൽത്താൻ ബത്തേരിയിൽ ആരംഭിക്കുകയും അതിനുശേഷം ഭരണങ്ങാനം അൽഫോൺസമ്മയുടെ മടിത്തട്ടിലൂടെ കടന്നു പോകുന്ന അസീസി ആശ്രമത്തിലൂടെ പഠിക്കുകയും അവിടെ നിന്ന് കട്ടപ്പന പോർസിംഗിൽ ആശ്രമത്തിലേക്ക് പോവുകയും അതിനുശേഷം ലൊറേറ്റോ ആശ്രമം എന്ന് പറയുന്ന ഞങ്ങളുടെ മൂവാറ്റുപുഴയിലെ നൊവിഷ്യേറ്റ് 97 കഴിയുകയും അവിടുന്ന് ഫിലോസഫി പഠനത്തിന് വേണ്ടി കാൽവരി ആശ്രമം, അതായത് കപ്പുച്ചൻ സഭയുടെ പഠന കളരി എന്ന് പറയാൻ പറ്റുന്ന കാൽവരി ആശ്രമത്തിൻ്റെ തത്വശാസ്ത്ര പഠനത്തിന് വേണ്ടി 97 മുതൽ 2000-2001 വരെ കാലഘട്ടത്തിലൂടെ കടക്കുകയും അതിനുശേഷം 1 വർഷം റീജൻസി. അതിനുശേഷം എനിക്ക് വ്യത്യസ്തമായൊരു ദൈവവിളി, ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പത്രോസ്ലിയോട് ചോദിച്ചതുപോലെ, നീ ഇവയേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 15 പേരുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് കാണുന്ന കാര്യമാണ്. ഇവയേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ്ലിയോ ഓരോ പ്രാവശ്യം പറയുന്നുണ്ട്, ഉവ്വ കർത്താവേ, അറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അറിയാമെന്നല്ലോ. അത് കഴിഞ്ഞ് പറയുന്ന വചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. എന്നാൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് എനിക്ക് തോന്നുന്നത്, നീ കാണിച്ചു തരിക, യു ഗോ ആൻഡ് പ്രൂവ് യുവർ സെൽഫ് ദാറ്റ് യു ലവ് മീ. ആ ഒരു ചിന്തയോട് കൂടിയാണ് ഞാൻ അന്ന് സഭയുടെ ആവശ്യമായിരുന്നു ആഫ്രിക്കൻ മിഷൻ. ആ സഭയുടെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ഫിലോസഫി കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് തിയോളജി പഠിക്കാൻ താല്പര്യമുള്ള വൈദിക വിദ്യാർത്ഥികൾക്ക്, ശമാശന്മാർക്ക് തിയോളജിക്ക് വേണ്ടി ആഫ്രിക്കയിലേക്ക് പോകണതിൽ തടസ്സമില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേരുകൾ നൽകുക എന്ന് സഭ തലവർ ആവശ്യപ്പെടുകയും അങ്ങനെ എൻ്റെ മനസ്സിൽ ഈ ഒരു പ്രേരണ കുറച്ചും കൂടി അധികമായിട്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള ചിന്ത വരികയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ ടാൻസാനിയയിലേക്കാണ് ആദ്യം പഠനാർത്ഥമായിട്ട് പോയത്. സാൽവറ്റോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്നതൊരു യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ അവിടെ പഠിക്കാൻ ചെല്ലുകയും ദൈവശാസ്ത്ര പഠനം 4 വർഷക്കാലം ടാൻസാനിയയിൽ പഠിക്കുകയും അങ്ങനെ 2004 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2001 മുതൽ 2004 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ ആകുകയും ചെയ്യപ്പെട്ടത്. അത് ആദ്യത്തെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാരണം നാട്ടിൽ നിന്ന് ആരും അങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് പോയത്. എൻ്റെ കൂടെ ജോർജ് കുന്നേൽ എന്ന് പറഞ്ഞ അച്ഛനും ഉണ്ടായിരുന്നു, ഇന്ന് പ്രഗത്ഭനായ അച്ഛൻ തന്നെയാണ്. ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് പോവുകയും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഭാഷ അറിയില്ല, അല്ലെങ്കിൽ ഭക്ഷണം അത് ഞങ്ങൾക്ക് അറിയണമെന്നില്ല, ഒത്തിരി മലേറിയ ഉള്ള സ്ഥലമാണെന്നൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം, തമ്പുരാനോടുള്ള തീഷ്ണത, അത് വെച്ച് ഞങ്ങൾ ആരംഭിക്കുകയും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുകയും ജോർജിന് മലേറിയ വന്ന് ജോർജ് അച്ഛൻ തിരിച്ചു പോവുകയും ചെയ്ത അവസരങ്ങളും അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്നിട്ടായാലും ദൈവം എന്നെ ആ കർമ്മം പൂർത്തിയാക്കുക, ആ പഠനം ഭംഗിയായിട്ട് പൂർത്തിയാക്കുകയും 2005 മെയ് മാസം 29-ാം തീയതി സ്വന്തം ഇടവകയായ സെൻറ്റ് ജോർജ് പരിയാരം ദേവാലയത്തിൽ നിന്ന് തിരുപ്പട്ടം അഭിവന്യ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ആദ്യത്തെ പ്രഥമ മെത്രാനാണ്. പിതാവിൻ്റെ കൈവപ്പ് വഴി എനിക്ക് തിരുപ്പട്ടം കിട്ടുകയും ചെയ്തത്. എന്നെ ഏറ്റവും കൂടുതൽ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ എനിക്ക് വചനം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻസാനിയയിൽ വെച്ച് ഞങ്ങളെ വചനം പഠിപ്പിക്കാൻ 2003-2004 കാലഘട്ടങ്ങളിൽ വചനം പഠിപ്പിക്കാൻ വന്നാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ. അച്ഛനിലൂടെയാണ് സത്യത്തിൽ ഈ ഒരു വചനത്തിൻ്റെ ആഴവും വചനത്തിനുള്ള ശക്തിയും തിരിച്ചറിഞ്ഞത്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇനിയൊരു പഠനം എനിക്കുണ്ടെങ്കിൽ അത് വചനത്തിൽ ഊന്നിട്ട് പഠിക്കുകയുള്ളൂ എന്നൊരു ബോധ്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഇവിടെ ഏകദേശം എത്ര അംഗങ്ങളാണ് മലയാളം കമ്മ്യൂണിറ്റിയിലും? ടോട്ടൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഈ പള്ളിയിലുള്ളതെന്ന് പറയാമോ? ആഗോളസഭ 100 വർഷങ്ങൾ ആയി ഇവിടെ ഗൾഫ് മേഖലകളിൽ കപ്പുച്ചൻ സാന്നിധ്യം വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരു വൈഡ് വ്യൂവിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. വെറും ഒരു മലയാളി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മളിവിടെ സെർവ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും മലയാളിക്ക് മലയാളമാണ് കൂടുതൽ അഭികാമ്യം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുർബാനയും എല്ലാ കുദാശകളും തീർച്ചയായിട്ടും ഇവിടെ മലയാളത്തിലുള്ള ശുശ്രൂഷകൾ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും. അതിന് ഒത്താശ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ആദരണീയായ ഞങ്ങളുടെ പിതാവ് പോൾ ഹിൻഡ്ര പിതാവ് എല്ലാ അർത്ഥത്തിലും അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും മലയാളിക്ക് മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര കമ്മ്യൂണിറ്റി ഉണ്ട് ഈ മുസ്തഫ പള്ളിക്ക്?
മുസഫ പള്ളിക്ക് നമുക്ക് പ്രധാനമായിട്ടും 6 കമ്മ്യൂണിറ്റിയാണുള്ളത്. കൊങ്കണി കമ്മ്യൂണിറ്റി ഉണ്ട്, തമിഴ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഫിലിപ്പീനോസ് ഉണ്ട്, ഫിലിപ്പീൻസിൽ നിന്നുള്ള സഹോദരന്മാർ, ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അറബിക് കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. ഇംഗ്ലീഷ് ടോട്ടൽ കുർബാനയാണോ അതെങ്ങനെ ഇവിടുത്തെ വിശുദ്ധ കുർബാനകളുടെ സ്ട്രക്ചറോട് എന്ന് പറയാം? ഇവിടുത്തെ വിശുദ്ധ കുർബാനകൾ എല്ലാ ദിവസേന ഉള്ള കുർബാനകൾ ഇംഗ്ലീഷിലാണ് പ്രധാനമായിട്ടും. കാരണം എല്ലാവർക്കും വന്നു ചേരാനും എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ഒരു ഭാഷയായതിനാൽ തന്നെ എല്ലാവർക്കും അപ്രകാരമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മലയാളത്തിലുള്ള കുർബാനയും അല്ലെങ്കിൽ ലാംഗ്വേജ് കുർബാനകളും അതിനോടൊപ്പം തന്നെ നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്. എത്ര വൈദികരുണ്ട് അച്ഛാ ഇവിടെ? ഞങ്ങളുടെ മുസഫ ഈ സെൻറ്റ് പോൾസ് ദേവാലയത്തിൽ ഇപ്പോൾ ഉള്ളത് 7 വൈദികരാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഏകദേശം വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് എല്ലാവരും കൂടെ കൂടുമ്പോൾ. പിന്നെ ഒരു പരിധി വരെ ജോലിക്കാരുടെ പ്രദേശമാണിത്, ചെറിയ ജോലിയും ചെറിയ ക്യാമ്പുകളും ഒക്കെ അല്ലേ. അപ്പോൾ കുമ്പസാരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ദൗത്യം. അതാണല്ലോ ഏറ്റവും ഇവിടെ ഞാൻ ദുബൈയിലാണെങ്കിലും അച്ഛന്മാർ എപ്പോഴും തന്നെ കുമ്പസാരത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അതെങ്ങനെ നിങ്ങൾ അറേഞ്ച് ചെയ്യും? അതിന് നമുക്ക് ഏറ്റവും ആദ്യം ഈ പ്രവാസ ജീവിതത്തിലെ ഒരു വൈദികൻ എന്ന് പറയുന്ന ഈ ഷുഡ് ബി അവൈലബിൾ ഫോർ ദ പീപ്പിൾ. അവൈലബിലിറ്റി അതാണ് ഏറ്റവും ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെ മനുഷ്യൻ്റെ ഒരു വേദന വരുമ്പോൾ അവന് തുറന്നു പറയാനുള്ളത് ഒരു വൈദികനോടാണ്. അത് കുടുംബജീവിതമായാലും ഏകസ്ഥ ജീവിതമായാലും അവന് ഏറ്റവും ആ വ്യക്തിക്ക് പറയാൻ പറ്റുന്നത് ഒരു വൈദികനോട് എന്തും തുറന്നു പറയാനുള്ളൊരു മേഖല. അതിൽ കുമ്പസാരം എന്ന കുദാശയുടെ മേഖലകളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ജനത്തെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഏകദേശം ഒരു 4000 to 5000 വരുന്ന മലയാളി സമൂഹമുണ്ട് ഈ സെൻറ്റ് പോൾസ് ഇടവക കൂട്ടായ്മയ്ക്ക്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളി സമൂഹമാണ് ഇവിടെ ഉള്ളത്. അവരുടെ കുംസാരങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് വെള്ളി ഞായർ ദിവസങ്ങളിലാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം ക്യാമ്പുകളിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് ക്യാമ്പുകളിൽ ജീസസ് യൂത്തിൻ്റെ സുഹൃത്തുക്കൾ സഹോദരന്മാർ ക്യാമ്പുകളിലൂടെ കടന്നുപോയി അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് ക്യാമ്പുകളിലേക്ക് പോകും. ഓരോ ആഴ്ചയിൽ 2-3 ക്യാമ്പുകളിലേക്കായിട്ട് സന്ദർശിച്ച് അങ്ങനെ, കാരണം അവർക്ക് എല്ലാവർക്കും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ക്യാമ്പുകളിലൂടെയുള്ള കുമ്പസാരങ്ങളാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അച്ഛന് വലിയൊരു ദൗത്യമാണ് ഇവിടെ ഉള്ളത്. കരിസ്മാറ്റിക്കിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറാണ് UAE. അതിനെപ്പറ്റി കൂടി അച്ഛനൊന്ന് പറയാമോ? ആദ്യമേ തന്നെ കരിസ്മാറ്റിക്കിൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വെറുമൊരു കുഞ്ഞു കുട്ടിയാണ് കരിസ്മാറ്റിക് വേദിയിൽ തന്നെ അല്ലെങ്കിൽ മേഖലയിൽ തന്നെ. പോൾ ഹിൻഡർ പിതാവിന് തോന്നിയ ഒരു വലിയൊരു ആശയവും അനുഗ്രഹവുമായിട്ടാണ് എന്നെ ഈ പ്രകാരമുള്ള ഒരു സ്ഥാനത്ത് എടുത്തു വെച്ചത്. പക്ഷേ നാളിതുവരെയുള്ള 2 വർഷക്കാലമായിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു ടീം വർക്കുണ്ട്, നല്ല വൈദിക കൂട്ടായ്മയുണ്ട്, അതിനനുബന്ധമായിട്ട് നല്ല കരിസ്മ കൂട്ടായ്മകളുണ്ട് ഓരോ ദേവാലയത്തിലും. വിവിധ ട്രെയിനിങ്ങുകൾ, വിവിധ മിനിസ്ട്രികളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അച്ഛൻ, അതിനെയൊക്കെ എങ്ങനെയാണ് അച്ഛൻ ക്രോഡീകരിക്കുക? ഇൻ്റർസെസറി മിനിസ്ട്രി എന്ന് പറയുന്നത് ആ മധ്യസ്ഥ പ്രാർത്ഥന സമൂഹം, അവരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉരുകി പ്രാർത്ഥിക്കുന്നത്. കാരണം ഇവിടുത്തെ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും ഈ മധ്യസ്ഥ പ്രാർത്ഥന സമൂഹമാണ്. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സഹോദരന്മാരോടൊപ്പം തന്നെ സഹോദരിമാരുണ്ട്, അതോടൊപ്പം ജോലി ചെയ്യാത്ത അമ്മമാരും സഹോദരിമാരുമായിട്ടുള്ള ഒരുപാട് പേര് വീടുകളിലും അവരുടെ ഫ്ലാറ്റുകളിലൊക്കെ ഉണ്ട്. അവർ ആ സമയത്ത് സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇതാണ് കരിസ്മ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഔട്ട്റീച്ച് മിനിസ്ട്രി ഉണ്ട്. ഔട്ട്റീച്ച് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ജയിലിലേക്ക് പോയി അവരെ മാനസികമായിട്ടും ആത്മീയമായിട്ടും ശുശ്രൂഷ ചെയ്ത് ഒരുക്കുന്നവരുണ്ട്. അതോടൊപ്പം ക്യാമ്പുകളിലേക്ക് പോയിട്ട് ഒരുപക്ഷെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള ദുസ്വഭാവങ്ങൾക്കെല്ലാം ഒരുപാടധികം അടിമകളായിരിക്കുന്ന സഹോദരന്മാർ ക്യാമ്പുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഔട്ട്റീച്ച് മിനിസ്ട്രിയാണ് സത്യത്തിൽ അവരെയൊക്കെ നേടിയെടുത്ത് തിരിച്ച് ദേവാലയത്തിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം ഇങ്ങനെ എല്ലാ ക്യാമ്പുകളിലായിരിക്കുന്ന സഹോദരന്മാർക്ക് നമ്മൾ പലതരത്തിലുള്ള ധ്യാനങ്ങൾ സംഘടിപ്പിക്കും. ട്രെയിനിങ് ഉണ്ട്, അത് വരുന്നു, അതുണ്ട്. അപ്പോൾ വേർഡ് മിനിസ്ട്രി, ഇവിടെയൊക്കെ പോയിട്ട് വചനമാണ് ജീവൻ നൽകുന്നത്. വചനമില്ലെങ്കിൽ ഇതെല്ലാം പൊഴിവാക്കുകളൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ വചനം കൊടുക്കണം, അതും ശുദ്ധമായിട്ട് കൊടുക്കണം, കലർപ്പില്ലാതെ കൊടുക്കണം. അതാണ് മനുഷ്യനെ ജീവൻ പിടിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ
ഈ പ്രത്യേകിച്ച് ഇത് കരിസ്മാറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ 2017 വലിയ ഒരു സന്തോഷത്തിൻ്റെ വാർത്തയുള്ള ഒരു വർഷം കൂടിയാണ്. ജൂബിലി വർഷമാണ്. കാരണം 1967 തുടങ്ങി വെച്ച ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തി സഭയിൽ ആഞ്ഞു വീശിയിട്ട് ഇപ്പോൾ 2017 ആയപ്പോഴേക്കും 50 വർഷം തികയായി. ആയതിനാൽ തന്നെ ലോകമെമ്പാടുമുള്ള കരിസ്മാറ്റിക് സഹോദരി സഹോദരന്മാർക്ക് ഇതൊരു വലിയൊരു ഉണർവിൻ്റെ നിമിഷമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് UAE-യിലുള്ള കരിസ്മാറ്റിക് കൂട്ടായ്മയ്ക്ക് വലിയൊരു ഉണർവ് പകരുവാൻ, അതും വചനത്തിൻ്റെ ശക്തി. കാരണം വചനം മാംസം ധരിച്ചില്ലെങ്കിൽ ക്രിസ്തു ജനിക്കുകയില്ലല്ലോ. ആയതിനാൽ തന്നെ നമ്മുടെ ഈ കരിസ്മാറ്റിക് മേഖലയിൽ വചനം ഏറ്റവും ശുദ്ധിപൂർവ്വം കൊടുക്കുവാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നെ പഠിപ്പിച്ച പ്രൊഫസർ റവറൻഡ് ഡോക്ടർ ജോസ് മാണിപ്പറമ്പൽ, അദ്ദേഹത്തിൽ തന്നെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം UAE-യിൽ ഈ ഒരു മിഷനായിട്ട് വചനം ജനങ്ങളിലേക്ക് ശുദ്ധതയോടെ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ഈ ജൂബിലി വർഷത്തിൽ ഓരോ എമിറേറ്റിലും ഓരോ സോണുകളാക്കി തിരിക്കുകയും ആ സോണുകളിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും തന്നെ വചനത്താൽ അഭിഷിക്തമായിട്ടും അതോടൊപ്പം തന്നെ ക്ലാസ്സുകളിലേക്ക് ഒരുങ്ങാനുള്ള റെഫറൻസിൻ്റെ CD അതോടൊപ്പം പുസ്തകങ്ങളുമായിട്ടും അവർ ഓരോരോ ഉത്സാഹത്തോടെ പഠിക്കുന്നു. അതോടൊപ്പം അവർ വചനത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കപ്പെടുന്നു. അതാണ് കണ്ടത്. അച്ഛന് ഈ പ്രവാസ ജീവിതത്തിൽ ദൈവശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയും ആരോഗ്യവും ദൈവം സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com